അതെ, ആരോഗ്യം സങ്കീർണമായ പസിൽ പോലെയാണ്. അതിലെ ഏറ്റവും നിർണായകമായ ഭാഗമാണ് ഫാർമസി. കേവലം മരുന്ന് വിതരണക്കാർ മാത്രമല്ല, ഓരോ സമൂഹത്തിലെയും ഏറ്റവും എളുപ്പത്തിൽ സമീപിക്കാവുന്ന ആരോഗ്യ വിദഗ്ധരാണ് ഫാർമസിസ്റ്റുകൾ. റിസാല അപ്ഡേറ്റ് സെപ്റ്റംബർ 2025. തിങ്ക് ഹെൽത്ത്, തിങ്ക് ഫാർമസിസ്റ്റ്. മുഹസിന മുബാറക്ക് എഴുതുന്നു. ഫാർമസിസ്റ്റ് ആഗോള ആരോഗ്യത്തെ പരിവർത്തനം ചെയ്യുന്നു എന്നതിൽ നിന്നും ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കൂ. ഫാർമസിസ്റ്റിനെ കുറിച്ച് ചിന്തിക്കൂ എന്നതിലേക്ക് ഈ വർഷത്തെ ഫാർമസിസ്റ്റ് ദിനസന്ദേശം മാറുമ്പോൾ ആഗോളതലത്തിൽ തന്നെ ഫാർമസിസ്റ്റുകൾക്ക് ലഭിക്കുന്ന വൈയക്തികമായ അംഗീകാരമായി അത് മാറുന്നുണ്ട്. വിശാലമായ ആഗോള കാഴ്ചപ്പാടിൽ നിന്ന് വ്യക്തിപരമായ ശ്രദ്ധയിലേക്ക് ഈ തീം നമ്മെ കൊണ്ടുപോകുന്നു. ഒരു ആഗോള സമൂഹമെന്ന നിലയിൽ കഴിഞ്ഞ വർഷത്തെ പ്രമേയത്തെ നാം വിജയകരമായി ചർച്ചയ്ക്ക് വെച്ചു. അതിനാൽ തന്നെ ഈ വർഷം ഇത് വൈയക്തികമായ അംഗീകാരത്തിനുള്ള സമയമാണ്. ലോകമെമ്പാടുമുള്ള ഫാർമസിസ്റ്റുകൾ പൊതുജനാരോഗ്യ സംരംഭങ്ങൾ, മരുന്നുകളുടെ എളുപ്പത്തിലുള്ള ലഭ്യത, വാക്സിനേഷൻ ക്യാമ്പയിനുകൾ, രോഗപ്രതിരോധം, വിട്ടുമാറാത്ത രോഗങ്ങളുടെ ചികിത്സ എന്നിവയ്ക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 2025 ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കൂ, ഫാർമസിസ്റ്റിനെ കുറിച്ച് ചിന്തിക്കൂ എന്ന പ്രമേയം കൂടുതൽ വൈയക്തികമായ തലങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകുന്നു. ഈ ആശയം ഫാർമസിസ്റ്റിനെ വിശ്വസ്തനും നമ്മുടെ സമീപത്ത് തന്നെ ലഭ്യമായ തടസ്സങ്ങളില്ലാതെ സമീപിക്കാവുന്ന ദൈനംദിന ആരോഗ്യത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി പ്രതിഷ്ഠിക്കുന്നുണ്ട്. തീർച്ചയായും അർത്ഥപൂർണമായ ഒരു പരിണാമമാണിത്. ആരോഗ്യം ഒരു സങ്കീർണമായ സമസ്യയാണ്. ഫാർമസി അതിലെ ഏറ്റവും നിർണായകമായ ഭാഗമാണ് എന്നതായിരിക്കും ഇതിനുള്ള ഹ്രസ്വവും ലളിതവുമായ ഉത്തരം. ഫാർമസിസ്റ്റുകൾ കേവലം മരുന്ന് വിതരണക്കാർ മാത്രമല്ല, അവർ ഓരോ സമൂഹത്തിലെയും ഏറ്റവും എളുപ്പത്തിൽ സമീപിക്കാവുന്ന ആരോഗ്യ വിദഗ്ധരാണ്. നിങ്ങൾ രോഗിയാണെങ്കിലും പൂർണ്ണ ആരോഗ്യവാനാണെങ്കിലും മാർഗനിർദ്ദേശങ്ങളും പ്രതിരോധവും പരിചരണവും നൽകുന്ന നിങ്ങളുടെ ആദ്യത്തെ ആശ്രയമാണ് ഫാർമസിസ്റ്റ്. നിങ്ങളുടെ മരുന്നുകൾ മനസ്സിലാക്കാൻ അവർ നിങ്ങളെ സഹായിക്കുന്നു, രോഗത്തിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളെ നിരീക്ഷിക്കുന്നു, സുരക്ഷിതമായ സപ്ലിമെന്റുകൾ നിർദ്ദേശിക്കുന്നു, വാക്സിനുകൾ നൽകുന്നു, ജീവിതശൈലി ഉപദേശങ്ങളിലൂടെ നിങ്ങളുടെ ആരോഗ്യകരമായ ജീവിതത്തിന് പിന്തുണ നൽകുന്നു. ആരോഗ്യപരമായ അപകട സാധ്യതകൾ പ്രവചനാതീതവും പലപ്പോഴും അദൃശ്യവുമായ ഒരു ലോകത്ത് ഒരു ഫാർമസിസ്റ്റ് നിങ്ങളുടെ ദൈനംദിന ആരോഗ്യ ക്ഷേമ പങ്കാളിയാണ്. ചിലവുകൾ താങ്ങാനാവുന്ന, എളുപ്പത്തിൽ സമീപിക്കാവുന്ന അനിവാര്യമായ ഒരു പങ്കാളി. രോഗികൾക്ക് മരുന്ന് വിതരണം ചെയ്യുന്നവരായാണ് ഫാർമസിസ്റ്റുകളെ സാധാരണയായി കണക്കാക്കുന്നതെങ്കിലും അവരുടെ പങ്ക് അതിനപ്പുറമാണ്. അവർ പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷകരായി സേവനം ചെയ്യുന്നു. പലയിടങ്ങളിലും രോഗപ്രതിരോധം, ആരോഗ്യ നിരീക്ഷണം, സ്വയം പരിചരണം തുടങ്ങിയ സേവനങ്ങൾ നൽകുന്നവരാണ് ഫാർമസിസ്റ്റുകൾ. ഇവയെല്ലാം രോഗമില്ലാത്ത ആളുകൾക്കും വളരെ പ്രധാനമാണ്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലും ഫാർമസിസ്റ്റുകൾക്ക് നിർണായക പങ്കുണ്ട്. പല രാജ്യങ്ങളിലും അവർ വാക്സിനേഷൻ നടത്തുന്നു, ജീവിതശൈലി ഉപദേശങ്ങൾ നൽകുന്നു, ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോൾ തുടങ്ങിയവയുടെ സ്ക്രീനിംഗ് നടത്തി രോഗലക്ഷണങ്ങളില്ലാത്തവരിൽ പോലും നേരത്തെ തന്നെ ഇത്തരം അവസ്ഥകളെ കണ്ടെത്തി പരിഹാരത്തിന് സഹായകമാകും. ആരോഗ്യവാന്മാരായി കരുതുന്നവർക്ക് ദീർഘകാല ആരോഗ്യം നിലനിർത്തുന്നതിനും ഭാവിയിലെ ആരോഗ്യ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനും വിലമതിക്കാനാവാത്തതാണ് ഇത്തരം സേവനങ്ങൾ. സാധാരണയായി ഉപയോഗിക്കുന്ന ഓവർ ദി കൗണ്ടർ മരുന്നുകളുടെയോ ഹെർബൽ സപ്ലിമെന്റുകളുടെയോ പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ചോ പാർശ്വഫലങ്ങളെക്കുറിച്ചോ അറിയാൻ നമ്മിൽ പലരും മെനക്കെടാറില്ല. ഇത്തരം കാര്യങ്ങളിൽ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്തും
വൈയക്തികമായ ആരോഗ്യ ഉപദേശങ്ങളിലൂടെയും ഫാർമസിസ്റ്റുകൾ പൊതുജനാരോഗ്യത്തിന് സംഭാവന നൽകുന്നുണ്ട്. നിങ്ങളുടെ ശരീരഭാരം നിയന്ത്രിക്കാനും പുകവലി ഉപേക്ഷിക്കാനും മാനസിക സമ്മർദ്ദം കുറക്കാനും വരെ അവർക്ക് നിങ്ങളെ സഹായിക്കാനാകും. സങ്കീർണതകളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആരോഗ്യം സംരക്ഷിച്ചു നിർത്താൻ അവർ വ്യക്തികളെ പ്രാപ്തരാക്കും. രോഗികളെ സുഖപ്പെടുത്താനും സുഖം പ്രാപിച്ച അല്ലെങ്കിൽ ആരോഗ്യവാന്മാരായ ആളുകൾക്ക് ആരോഗ്യകരമായ അവസ്ഥ നിലനിർത്താനും ഫാർമസിസ്റ്റുകൾക്ക് അതുല്യമായ കഴിവുണ്ടെന്ന് പറയുന്നത് അതിനാലാണ്. അവർ രോഗികൾക്ക് മാത്രമുള്ള ആശ്രയമില്ല, മറിച്ച് ആരോഗ്യം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആരോഗ്യവാന്മാരായ ആളുകൾക്കും ഒരുപോലെ പ്രധാനമാണ്. ദുബായ് മെഡോൺ ഫാർമസിയിലെ ഫാർമസിസ്റ്റാണ് ഈ ലേഖിക.